ഹലോ ഹലോ, ഞാനടി സരിക. എനിക്ക് തോന്നി നീയാണെന്ന്. നിന്റെ വളർത്തമ്മയുണ്ടല്ലോ രത്നമ്മ ടീച്ചർ, കുശുംബി, അസൂയക്കാരി. പതുക്കെ പറ, അമ്മ ഇവിടെ നിൽപ്പുണ്ട്. എനിക്കറിയാടി, അടുത്ത് നിന്ന് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം അവർക്കുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. നിന്റെ കയ്യിലോട്ട് ഫോൺ തരാതിരിക്കാൻ അവര് പഠിച്ച പണി 18 പയറ്റ് നോക്കി. ഞാൻ ആരാ മോള്? അരമണിക്കൂറിനകം ഞാൻ അവിടെ വരില്ലേ? എന്നോട് കളിച്ച ഞാൻ അവരെ സ്കൂള് മുഴുവൻ നാറ്റിക്കും. ഇപ്പോഴും അവരവിടെ ഒളിഞ്ഞു നിപ്പുണ്ടോടി? ആ ഉണ്ട്. അമ്മ പോയി. നിനക്ക് സുഖാണോടി? ഞാനൊരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിച്ചു. എനിക്ക് കല്യാണോ? തോക്കി കയറി വെടിവെക്കാതെ പറയുന്ന കേക്ക്. ആ പറ. ആർക്ക് വേണ്ടിയ പ്രപ്പോസൽ എന്ന് അറിയണ്ടേ? എന്റെ ഏട്ടന് വേണ്ടി. എന്താടി നീ പറയുന്നേ? കൊല്ലും ഞാൻ നിന്നെ. നീ എന്നെ കൊന്നാലും വേണ്ടില്ല. നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തു. ഏട്ടന്റെ മുമ്പിൽ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ മുമ്പില്. നീ എന്തൊക്കെയാ പെണ്ണെ അവിടെ ഇരുന്നോട് കാട്ടിക്കൂട്ടുന്നേ? എന്റെ ഏട്ടനെ നീ കണ്ടിട്ടില്ലല്ലോ. എന്താ ഗ്ലാമർ, എന്താ സ്റ്റൈല്, നീ ഒന്ന് കാണണം. എനിക്ക് വേണ്ട നിന്റെ ഏട്ടനെ. പോ അവിടുന്ന്. ഒരു വലിയ ആനക്കാരും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. എടി, ഏട്ടൻ നിന്നെ കെട്ടിയാലുണ്ടല്ലോ, നമുക്ക് ഒന്നിച്ചിവിടെ കൂടാടി. ഏട്ടൻ നിന്നെ കൈവേളയിൽ വെച്ച് കൊണ്ടു നടന്നോളും, അരിപ്രാവിനെ കൊണ്ടു നടക്കുന്ന പോലെ. എന്റെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാടി. ഞാൻ മാത്രമേ ഉള്ളൂ ഇത്തിരി മൂശാട്ട. ദേ, ഞാൻ ഫോൺ വെക്കാൻ പോവാണേ. ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചേ? നിനക്കെന്താടി ഒരു കുറച്ചില് പോലെ? ഞങ്ങളെന്താ തീരെ കൊള്ളാത്തവരാണോ? ഞാനല്ലേ കൊള്ളാത്തവള്? നിങ്ങളുടെ വീട്ടുവേലക്കാരി ആവാനുള്ള യോഗ്യതയുണ്ടോ എനിക്ക്? മതി മതി, വച്ചോ. ഒരുപാട് എളിമ കാണിക്കല്ലേ, അഹങ്കാരമായി പോവും. വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പിണങ്ങി പറഞ്ഞതല്ലടി. എനിക്ക് മനസ്സിലായി, ഞാൻ പിന്നെ വിളിക്കാന്ന്. അമ്മ എത്തിയോ? ആ, കരുനാഗപ്പള്ളിന്നേ ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടിയടി. ഓ, എന്തായിരുന്നു അവന്റെ വിടിയില്, 100-ലല്ലായിരുന്നോ? പിള്ളേരൊക്കെ സ്കൂളിൽ പോയോടി? അവധിക്കാലല്ലേ, എവിടെ സ്കൂള്? ഓ ശരിയാണല്ലോ, എന്റെ ഒരു മറവിയേ. എനിക്ക് വയ്യ. അമ്മ, ഇങ്ങോട്ട് ഇരിക്കടി. എന്താ അമ്മേ?
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആരും കേക്കണ്ട. എന്ത് കാര്യ? എടീ, ജാനിക്ക് ഒരു കല്യാണം. ഇപ്പോഴെയോ? എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? എന്നാലും പഠിച്ചോണ്ടിരിക്കുവല്ലേ? 18 വയസ്സ് കഴിഞ്ഞില്ലേ, പോരെ? അവൾക്ക് കല്യാണം ആലോചിക്കാൻ അമ്മയോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? എന്റെ ഉത്തരവാദിത്വം കൂടെയല്ലേ. ഡേ, എത്രയും പെട്ടെന്ന് ആ ഭാരം ഒഴിവാക്കിയ അത്രയും നല്ലത്. കുറച്ചു കാലം ഇവിടെ ഒന്ന് ജോലി ചെയ്യട്ടമ്മേ. അവള് പറഞ്ഞേച്ചാ ഞാൻ പിന്നെ ഒരു വീട്ടുവേലക്കാരിയെ വെക്കേണ്ടി വരും. മാസം മാസം ശമ്പളം എണ്ണി കൊടുക്കേണ്ടി വരും. എടി രത്നമ്മേ, പ്രായമായ പെണ്ണ. വിജയൻ അവളെ ഇതുവരെ കണ്ട കണ്ടുകൊണ്ടായിരിക്കില്ല ഇനി അങ്ങോട്ട് അവളെ കാണുന്നത്. ആണുങ്ങളുടെ കണ്ണല്ലേടി, അതിങ്ങനെ നാനാവശത്തോട്ടും പതറി പോകും. ഒന്ന് ഓർത്തു നോക്കിയാ വിജയനും അവളും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. അവളൊരു പെണ്ണ്, അവനൊരു പുരുഷൻ. നീ ഈ വീട്ടിലില്ലാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. വിജയനും അവളും മാത്രമായിട്ട് രാത്രി കഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? എന്തെങ്കിലും സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നേ. സംഭവിക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇടീ, തീയും വെടിമരുന്നുവാ ആണും പെണ്ണും. അടുത്തിരുന്നാൽ ശരിയാവത്തില്ല. നാളെ നീയും നിന്റെ മക്കളും വഴിയാധാരമാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നിനക്കൊരസുഖം വന്നു, പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. ആരുണ്ടിവിടെ? അവനും അവളും മാത്രം. പിള്ളേര് 10 മണിക്ക് കിടന്ന നേരം വെളുക്കുമ്പോഴല്ലേ അവർക്ക് ബോധം തെളിയൂ. അതല്ലെങ്കിൽ നീ 2 ദിവസത്തേക്ക് കരുനാഗപ്പള്ളിയിലോട്ട് വന്നെന്നിരിക്കട്ടെ. ആരുണ്ട് ഇവിടെ അവരെന്ത് ചെയ്യുന്നെന്ന് നോക്കാൻ? നമുക്ക് മനുഷ്യരുടെ മനസ്സ് പിളർന്നു നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പുറമേ ഒന്ന് കാണിച്ചിട്ടേ അകത്ത് വേറൊന്ന് സൂക്ഷിക്കുന്നവരാ ഭൂരിപക്ഷം മനുഷ്യരും. ഇനി അകത്തൊന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു നിമിഷം പോരേടി. ഒന്ന് തൊട്ടുരുമി കെട്ടിപ്പിടിച്ചാ തീർന്നില്ലേ എല്ലാം? അമ്മേ, ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ ചങ്കിലോട്ട് തീ കൊറിയിടാൻ വേണ്ടിട്ടാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? അല്ലടി, നിന്റെ കാൽച്ചോട്ടിലെ തീ വെള്ളം ഒഴിച്ച് കെടുത്താൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എത്രയും വേഗം അവളെ കെട്ടിച്ചുവിട്. ശരിക്കു പറഞ്ഞ അതൊരു ഭാരമല്ല, നിന്റെ കുടുംബത്തിനൊരു ഭീഷണിയാ. ഒരു ബോംബ് വീട്ടിൽ വെച്ചോണ്ടിരിക്കുക നീ.